ഇംഗ്ലണ്ടിലെ ഇടത്തരം വീടുകൾ. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്ന് ബർമിംഗ്ഹാം നഗരത്തിനടുത്ത് ഞങ്ങളുടെ മകൻ്റെ വാടക വീട്ടിലേക്കുള്ള യാത്രയിലാണിപ്പോൾ. ഒരേ രീതിയിൽ വളരെ ക്രമീകൃതമായി ഒരേ നിറത്തിൽ കാണപ്പെടുന്ന വീടുകളെ സംബന്ധിച്ചുള്ളതാണ് ഈ വീഡിയോ. കൗൺസിൽ ഹൗസസ് അഥവാ കോർപ്പറേഷൻ ഹൗസസ് അഥവാ കൗൺസിൽ ഫ്ലാറ്റ്സ് എന്നീ പേരുകളിൽ ഇവ അറിയപ്പെടുന്നു. ശൈത്യകാലമായതിനാൽ എല്ലാ മരങ്ങളും ഇല കൊഴിഞ്ഞു നിൽക്കുന്നു. ഇംഗ്ലണ്ടിൽ ഭൂരിഭാഗം മാസങ്ങളിലും തണുപ്പാണ്. അതിശൈത്യകാലം കഴിയുന്ന മാർച്ചിൽ ശരാശരി താപനില 7 ഡിഗ്രിയാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഒരല്പം ചൂട് ലഭിക്കുന്നത്. അപ്പോഴും ശരാശരി താപനില 20 ഡിഗ്രി കടക്കാറില്ല. ചില ദിവസങ്ങളിൽ അല്പമൊന്ന് ഉയർന്നേക്കാം. ചുരുക്കത്തിൽ ഇംഗ്ലണ്ടിനെ തണുപ്പു രാജ്യമെന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ അതിശൈത്യത്തിൻ്റെ പിടിയിലമരുന്ന അമേരിക്ക, കാനഡ പോലെ അത്ര അതീവ ഗുരുതരമല്ല ഇംഗ്ലണ്ടിലെ ശൈത്യം. നാം ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ മേഖലയിലാണ്. എല്ലാ വീടുകളും ഒരേ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നു. ഈ വീടുകളെയാണ് ഇവിടെ കൗൺസിൽ ഫ്ലാറ്റുകളെന്ന് അറിയപ്പെടുന്നത്. അതായത് ഗവൺമെൻറ്റാണ് ഇവ നിർമ്മിക്കുന്നത്. ജനങ്ങൾക്ക് അവ വാങ്ങാം. പണം മാസം തോറും ഗഡുക്കളായി അടച്ചു തീർത്താൽ മതി. അതിന് ബന്ധപ്പെട്ട എല്ലാ രേഖകളും സമർപ്പിക്കണമെന്ന് മാത്രം. വളരെ ശാന്തസുന്ദരമാണ് ഈ റെസിഡൻഷ്യൽ കോളനികൾ. എല്ലാ വീടുകൾക്ക് മുൻപിലും പുൽത്തകിടി. ഒരു വീടിന് മുൻപിലും വലിയ മതിലില്ല. റോഡിലൂടെ വല്ലപ്പോഴും ഓടുന്ന വാഹനങ്ങൾ ഒരിക്കലും ഹോൺ അടിക്കാറില്ല. ഇവിടെ നാൽക്കാലികൾ റോഡിലൂടെ അലഞ്ഞു തിരിയാറില്ല. തെരുവ് നായ്ക്കളുടെ ശല്യമില്ല. ജനത്തിരക്കില്ല. എല്ലാ റോഡുകളും വളരെ വൃത്തിയായി കിടക്കുന്നു. ആരും വേസ്റ്റ് റോഡിൽ വലിച്ചെറിയാറില്ല. അങ്ങനെ പോകുന്നു ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയകളിലെ കാഴ്ചകൾ. റോഡിനിരുവശവും കോൺക്രീറ്റ് ചെയ്യുകയോ ടൈൽ പാകുകയോ ചെയ്തിരിക്കുന്നതിനാൽ മണ്ണ് കാണാനില്ല. അതുകൊണ്ട് തന്നെ പൊടിയുടെ ശല്യവുമില്ല. മാത്രമല്ല ഇംഗ്ലണ്ടിൽ ഇടയ്ക്കിടെ ചെറിയ മഴ ചാറിക്കൊണ്ടേയിരിക്കും. ഇത് ഒരു ജനവാസ മേഖലയ്ക്ക് സമീപമുള്ള മെയിൻ റോഡാണ്. അതായത് ബസ്സുകളും ട്രക്കുകളും ഓടുന്ന റോഡ്. ഈ റോഡിലെ തിരക്കൊന്ന് കാണുക. വാഹനങ്ങൾ വളരെ കുറച്ച് മാത്രം. ഇത് ഇംഗ്ലണ്ടിലെ ഒരു പൊതു കാഴ്ചയാണ്. ഒരു ജംഗ്ഷനാണ് ഇവിടെ കാണുന്നത്. എല്ലാ ജംഗ്ഷനുകളിലും പബ്ബുണ്ട് എന്നത് ഇവിടെ സാധാരണമാണ്. ഇവിടുത്തെ തണുപ്പായിരിക്കാം ഇത്തരം മദ്യപാനശാലകൾ ധാരാളമായി കാണുന്നതിന് കാരണം. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഫെബ്രുവരി അവസാന വാരത്തിലാണ്. താപനില രാത്രി 2 ഡിഗ്രി വരെ കുറഞ്ഞു. ചില ദിവസങ്ങളിൽ 0-ലും എത്തി. ഭൂരിഭാഗവും ഇരുനില ബസ്സുകളാണ്. നല്ല വൃത്തിയും വെടിപ്പുമുള്ളവ. ഏറ്റവും കുറഞ്ഞ നിരക്ക് 3 പൗണ്ടാണ്. ഇന്ത്യൻ കറൻസിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് 300-ലേറെ രൂപയാകും. എന്നാൽ 5 പൗണ്ട് നൽകി ടിക്കറ്റ് എടുത്താൽ ഒരു ദിവസം മുഴുവൻ ഏത് ബസ്സിലും എവിടെ പോയി വരാനുമുള്ള സൗകര്യമുണ്ട്. ബർമിംഗ്ഹാം ഉൾപ്പെടുന്ന 3 ജില്ലകളെ ഒരു മേഖലയായി തിരിച്ചിരിക്കുന്നു. ഈ മേഖലയിൽ എവിടെ പോകാനും ഈ 5 പൗണ്ട് ടിക്കറ്റ് മതിയാകും. ഒരു റെസിഡൻഷ്യൽ മേഖലയിലെ പാർക്കാണ് നാം ഇപ്പോൾ കണ്ടത്. അതിവിശാലമായ പാർക്ക്. ഈ രാജ്യത്ത് ജനങ്ങൾ വളരെ കുറവായതിനാൽ പാർക്കിലും അത് പ്രതിഫലിക്കുന്നു. കൂടാതെ തണുപ്പും ഒരു കാരണമാണ്. ഈ കാണുന്ന ഓരോ കെട്ടിടവും വളരെ പഴക്കമുള്ളതാണ്. എന്നാൽ അതിനുള്ളിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ട്.
ഈ ഓടുമേഞ്ഞ കെട്ടിടങ്ങൾക്ക് മുകളിൽ കാണുന്നത് പഴയ ചിമ്മിനിയുടെ പുകക്കുഴലാണ്. ഒരു കെട്ടിടത്തിൽ 4 വീടുകളാണ് ഉള്ളത്, അതായത് 4 ഫ്ലാറ്റുകൾ. ഈ 4 ഫ്ലാറ്റുകളിലെയും ഓരോ മുറികളിൽ പൊതുവായ ഈ ചിമ്മിനിയിലൂടെ ചൂട് ലഭിക്കുന്ന ക്രമീകരണമായിരുന്നു അന്ന് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ ആധുനിക റൂം ഹീറ്റർ സംവിധാനമുണ്ട് എല്ലാ മുറികളിലും. ഈ പരിസരം കാണുമ്പോൾ ഈ വീടുകളെല്ലാം ആൾപ്പാർപ്പില്ലാത്തവയാണെന്ന് തോന്നിപ്പോകും. ശൈത്യം മൂലം ആരും പുറത്തു വരാറില്ല. പല കെട്ടിടങ്ങളും ഇതിൻ്റെ ഉടമസ്ഥർ 4 വീട്ടുകാർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഈ വീടുകളിലാണ് മറ്റു രാജ്യക്കാർ വാടകയ്ക്ക് താമസിക്കുന്നത്. ഒരു ബെഡ്റൂം, ഒരു ലിവിംഗ് റൂം, ഒരു അടുക്കള, ഒരു ബാത്റൂം എന്നിവയടങ്ങുന്ന ഒരു ഫ്ലാറ്റിന് ഇന്ത്യൻ കറൻസി ഏകദേശം 3.25 ലക്ഷത്തോളം രൂപ വാടക നൽകണം. ഇത് വൻ നഗരമായ ലണ്ടനിലാണെങ്കിൽ ഇരട്ടിയാകും. ഈ നാട്ടിലെ ധനികർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ സ്ഥലത്ത് വീട് വയ്ക്കുന്നു. അത് വ്യത്യസ്ത ഫാഷനുകളിലാകാം. ഇതിനേക്കാൾ വിശാലമായ കോമ്പൗണ്ടുകൾ അവിടെ ഉണ്ടാകാം. എന്നാൽ നമ്മൾ ഈ കാണുന്ന പാർപ്പിട സമുച്ചയങ്ങൾ ഇടത്തരക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഇത്തരം വീടുകൾക്ക് മുൻപിലും വലിയ കാറുകളും കാരവനുകളും കിടക്കുന്നത് കാണാം. ഭൂരിഭാഗവും റോഡിലാണ് പാർക്ക് ചെയ്യുന്നത്. ചില വീടുകൾക്ക് കാർ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. ജനങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ് ഈ രാജ്യത്ത് എല്ലായിടത്തും പ്രകടമാണ്. കേരളത്തിൻ്റെ ഏകദേശം 3 ഇരട്ടിയിലേറെ വലിപ്പമുള്ള ഇംഗ്ലണ്ടിൽ 5,30,00,000 ജനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇംഗ്ലണ്ടിൻ്റെ 1/3 പോലും വലിപ്പമില്ലാത്ത കേരളത്തിൽ 3.5 കോടിയോളം ജനമുണ്ട്. ആയതിനാൽ എല്ലായിടത്തും ജനത്തിരക്ക് അനുഭവപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ വൻ നഗരങ്ങളായ ലണ്ടൻ, ബർമിംഗ്ഹാം, ലിവർപൂൾ, മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിൽ സാമാന്യം ജനത്തിരക്ക് കാണാം. നമ്മുടെ നഗരങ്ങളിലെ ജനത്തിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊരു വലിയ തിരക്കല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇംഗ്ലണ്ട് ഉൾപ്പെടെ 4 രാജ്യങ്ങളാണ് UK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടനിൽ ഉൾപ്പെടുന്നത്. വെയിൽസ്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ് എന്നിവയാണ് മറ്റുള്ളവ. ലക്ഷക്കണക്കിന് ഏഷ്യക്കാരാണ് ഇവിടങ്ങളിൽ താമസിക്കുന്നത്. 1/2 ലക്ഷത്തോളം മലയാളികൾ UK ഉണ്ടെന്നാണ് അറിയുന്നത്. വീഡിയോയിൽ ഈ കാണുന്നത് പൈൻ മരമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്മസ് ട്രീ. ശൈത്യകാലത്ത് ഇല പൊഴിയാതെ നിൽക്കുന്ന മരമാണിത്. ബാക്കി എല്ലാ വൃക്ഷങ്ങളും ഇല കൊഴിഞ്ഞ് അസ്ഥിപഞ്ജര കൂട്ടങ്ങളായി നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഇപ്പോൾ. ശിശിരകാലം കഴിയുമ്പോൾ വസന്തകാലം എത്തുകയായി. അന്ന് ഈ മരങ്ങളെല്ലാം വർണ്ണാഭമാകും. ഇംഗ്ലണ്ടിലെ കൂടുതൽ കാഴ്ചകൾ അടുത്ത ലക്കങ്ങളിലായി നമുക്ക് കാണാം.